കുന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 5 എപ്പിസോഡ് 27 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, നിങ്ങൾ പലരും പറയുന്നത് കേട്ടു ലൈറ്റ് നോവൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഗൈസ്, ലൈറ്റ് നോവലിൽ എനിക്ക് വലിയൊരു പരിചയമില്ല, ഞാനായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. സോ ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായാലും അപകടത്തിലാകത്തേ ഉള്ളൂ. സോ നമ്മൾ എന്തായാലും ലൈറ്റ് നോവൽ ചെയ്യുന്നതല്ല. ഈ സീരീസിന് ശേഷം നമ്മൾ എന്തായാലും നോക്കാൻ പോകുന്നത് നാനോ മെഷീൻ ആയിരിക്കും. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനം ആർത്തറും എല്ലും ആ ഒരു ന്യൂസ് കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. കാര്യം അവരുടെ പാരൻസും ആ ഒരു ഡ്യൂട്ടിയിലുണ്ടായിരുന്നു അവിടെ അറ്റാക്ക് ചെയ്യപ്പെട്ട സമയത്ത്. സോ ഇനി എന്ത് സംഭവിക്കുന്നത് നോക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ഒരു കാറാണ് കാണാൻ സാധിക്കുന്നത്. അതിനകത്താട്ടെ നമ്മുടെ ആർത്തറും സിൽവിയും ഗിഡിയോണും ഇരിപ്പുണ്ടായിരുന്നു. ഗിഡിയോനാട്ടെ നല്ല ഉറക്കമായിരുന്നു. നീ നിന്റെ പാരൻസിനെ പറ്റി ഓർത്ത് വിഷമിച്ചിരിക്കുവാണോ? പിന്നെ അല്ലാതെ ഈ യുദ്ധത്തിൽ അവരോട് ചേരണ്ടെന്ന് പറയാനായിട്ട് ഒരു റീസൺ ഉണ്ടായിരുന്നല്ലോ. ആർത്തർ, ഇതിനെപ്പറ്റി നമ്മൾ പല സമയത്ത് സംസാരിച്ചതല്ലേ, അതൊരിക്കലും നീ മറക്കരുത്. എനിക്കറിയാം സിൽവി, എനിക്കറിയാം. പക്ഷേ എങ്കിലും നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവർ വന്നിട്ട് തന്നെ കുറച്ചധികം ആഴ്ചകളേ ആയുള്ളൂ. അതിന് മുമ്പ് തന്നെ ഒരു അറ്റാക്കിൽ അവർ ഏർപ്പെട്ടിരുന്നു. ഈ യുദ്ധം എന്ത് വേഗത്തിലാണ് പോകുന്നത് ഓർക്കാൻ നിർത്താൻ എനിക്ക് പേടിയാവുന്നുണ്ട്. പക്ഷേ ഈ സപ്ലൈ റൂട്ട്സ് അതാരാണ് അറ്റാക്ക് ചെയ്തത്? റബൽസോ ആലക്രൻസോ? ആലക്രൻസ് എന്തായാലും അത് സ്നീക്ക് ചെയ്ത് ഇവിടെ വരെ വരാൻ ചാൻസ് ഇല്ല. എന്തായാലും പറയാൻ സാധിക്കത്തില്ല. കാര്യം ആ ഒരു ഗേറ്റിനുള്ളിൽ അവർ എത്ര നേരം ഉണ്ടായിരുന്നെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. ആ ഡാവ്സ് എത്ര നാളായിട്ട് അവരെ സഹായിക്കുന്നുണ്ടെന്ന് നമുക്ക് വലിയ പിടുത്തമൊന്നുമല്ല. ബ്ലാക്ക് ബെൻഡ് വാളും തമ്മിലുള്ള ആ ഒരു സ്ഥലം, ആ ഒരു ടെറൈനാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് എനിമിക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് നല്ലൊരു സ്ഥലം തന്നെയാണ്. സോ അവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. ഈ സമയത്താണ് അവൾ ചോദിക്കുന്നത്, നീ സീനറി എൻജോയ് ചെയ്യുവാണോ? ഒരിക്കലും അല്ല. അല്ല, പക്ഷെ ഞാൻ ശരിക്കും സർപ്രൈസ് ആണ്. അത് ഇത്ര ഒരു അൺഎക്സൈറ്റിംഗ് ആയുള്ള ട്രിപ്പിൽ വരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു റോയൽ ഫാമിലിയുടെ മെമ്പർ എന്ന രീതിയിൽ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രസൻസ് കാരണം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പീപ്പിൾസ് എങ്ങനെയാണ് ഈ റിസ്ക് ഒക്കെ എടുക്കണമെന്ന് എനിക്കും കൂടെ ഒന്ന് കാണണമല്ലോ. അതും കൂടെ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ആ സമയത്ത് ഹെസ്റ്റർ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല ആലക്രൻസ് എങ്ങനെയാണ് ഇവിടെ സക്സസ്ഫുള്ളി ഒളിച്ചിരിക്കുന്നത്. അത് അത്ര പോസിബിൾ ആണോ? പറയാൻ സാധിക്കത്തില്ല. മ്യൂട്ടൻ ബീറ്റിന്റെ സഹായം ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് പോസിബിൾ ആയിട്ട് വരും. എങ്കിൽ പിന്നെ ഈ ബ്ലാക്ക് ബെൻഡിലുള്ള സോൾജേഴ്സിനെ വാലുള്ള വാൻഗാർഡ്സിനൊക്കെ നമുക്ക് റീലൊക്കേറ്റ് ചെയ്ത പോലെ ഈ സപ്ലൈ റൂട്ട്സിനുണ്ട്. അത് അത്ര പോസിബിൾ അല്ല. കമാൻഡർ വിറിയൻ അത് ആലോചിച്ചിരുന്നു, പക്ഷെ ഒട്ടും പോസിബിൾ അല്ല. ഞാൻ എന്തായാലും ഒരു മിറാക്കുലസ് ഉള്ള ഡിവൈസ് കൊണ്ടുവന്ന് ഇത് സോൾവ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് അത് സോൾവ് ചെയ്യാൻ പോകുന്നത് ഈ ആർത്തറാണ്. ആർത്തറിന്റെ എന്തെങ്കിലും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഐഡിയ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ജനറൽ എന്തെങ്കിലും ഐഡിയ? നിക്ക് ഈ ടെറൈൻ എന്തായാലും നമുക്ക് വർക്കാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ബുദ്ധിയുണ്ട്. പെട്ടെന്നായിരുന്നു അവിടെ ഒരു കുലുക്കം ഉണ്ടായത്. അല്ല, എന്തു പറ്റി? എന്നോട് ക്ഷമിക്ക്, മുമ്പിലെ കാഴ്ചകളുണ്ട്. ബീസ്റ്റ് വരെ ഒന്ന് പേടിച്ചു പോയതാണ്. ആ സമയത്താണ് അവർ തല പുറത്തേക്ക് ഇട്ട് നോക്കിയത്. പിന്നെ കാണിക്കുന്നത് അവിടെ പല ബീസ്റ്റും മരിച്ചു കിടപ്പുണ്ടായിരുന്നു. ആകെപ്പാട് ഒരു മൂകതയായിരുന്നു. പിന്നെ കാണിക്കുന്നത് ആർത്തർ ആ ടെന്റിന്റെ അകത്തേക്ക് കയറുന്നതാണ്. അവിടെ കുറച്ചധികം പേരുണ്ടായിരുന്നു. ഇവരെല്ലാവരും മരിച്ചത് എന്തിന്? ഒരു സപ്ലൈ ക്രേറ്റിന് വേണ്ടിയാണോ? അച്ഛാ, അമ്മയെ എന്ന് വിളിച്ചോണ്ട് പെട്ടെന്ന് ആർത്തർ അവിടേക്ക് ചെല്ലും. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ആരായിരുന്നു? എന്തായിരുന്നു? ഹണി, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, നീ പേടിക്കണ്ട. ടിൻ ഹോൺസിനും വലിയ ഫെയ്ത്തിലുള്ള ഇഞ്ചുറീസ് ഒന്നുമില്ല, അവരും സേഫാണ്. ഇത് കേട്ടപ്പോഴാണ് ഹെസ്റ്ററിനും സമാധാനമായത്. റെനോൾഡിനെ ഞങ്ങളെ ഫ്രണ്ടിലേക്ക് സ്കോട്ട് ചെയ്യാൻ വിട്ടപ്പോഴാണ് ആ ഡാം ആലക്രൻസ് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നത്. ഞങ്ങൾക്ക് ഒരാളെ പോലും ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ നീ എന്തായാലും ഹെൽഡ് ബാക്ക് ചെയ്തില്ലേ? ആ സമയത്ത് റെനോൾഡ്സിന് തിരിച്ചു വന്ന് ബാക്കിയുള്ള ഫിനിഷിംഗ് ബ്ലോയും ചെയ്യാൻ സാധിച്ചു. ആൻഡ് ലക്കി ബോസ്റ്റഡ് അവൻ ഒറ്റയ്ക്ക് എല്ലാ ഗ്ലോറി എടുക്കുകയും ചെയ്ത് അവൻ്റെ സ്ക്രാച്ച് പോലും കിട്ടിയതുമില്ല. അല്ലാത്തർ, നീ എന്താണ് ഇവിടേക്ക് വന്നത്? ഞങ്ങളെ കാണാൻ വേണ്ടി മാത്രം വന്നൊന്നുമല്ലല്ലോ. സപ്ലൈ റൂട്ടിന്റെ കണ്ടീഷനും ബാക്കിയുള്ള കാര്യങ്ങളും ഇവ കൗൺസിൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ആൻഡ് സാർ ഗിഡിയനും ജനറൽ ആർത്തറും അത് ഇവാലുവേറ്റ് ചെയ്യാൻ വന്നതാണ്. ആൻഡ് അവർക്ക് ഒരു പുതിയ ടാസ്ക് ഉണ്ട്, എന്തെങ്കിലും ഡിവൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിമിറ്റുള്ള കാഷ്വാലിറ്റീസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. ചില സമയത്ത് നീ ഒരു കൗൺസിൽ മെമ്പറാന്നുള്ള കാര്യം വരെ ഞാൻ മറന്നു പോകും. അതിലുപരി അവൻ നിന്റെ മകൻ കൂടിയാണ്. നീ എന്തായാലും പുറത്തു പോയി സംസാരിക്കും, ഇവിടെയുള്ള കാര്യങ്ങൾ ഞാൻ ഫിൽ ചെയ്തോളാം. ആ സമയത്ത് ആലിസ് പറയും ചെയ്യും, എങ്കിറേ നീ പോയി സംസാരിച്ചോ, ഞാൻ എന്തായാലും ഹെലൻ്റെ കൂടെ നിന്നോളാം, അവർക്ക് എന്തായാലും സഹായം വേണമല്ലോ. ആ സമയത്ത് അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സിൽവി ചാടി ഹെസ്റ്ററിൻ്റെ മെത്തി കയറും. ആർത്തർ, നീ പൊക്കോ, ഇവിടെ ഞാൻ നിന്നോളാം. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ഉള്ള കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നിന്നെ അറിയിച്ചേക്കാം. പിന്നെ നമ്മൾ സംസാരിച്ചതിനെ പറ്റി മറക്കണ്ട കേട്ടോ. എനിക്കറിയാം സെൽവി. അല്ല, നോക്കണേ, എൻ്റെ മൂത്ത പുത്രൻ ഒരു ലാൻസ് പോയി വാറിലെ ഒഫീഷ്യൽ ബിസിനസ് ഒക്കെ കൈ കടത്തുന്നു. പറയാൻ നല്ല എളുപ്പമാണ്, പക്ഷേ അറിയാലോ
നിങ്ങൾ ഓക്കെ അല്ലേ? എടാ ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നിനക്കറിയാലോ ഞങ്ങൾ സ്ട്രോങ് ആയുള്ള ടീം തന്നെയാണ്. ബാക്കിയുള്ളവരെല്ലാവരെയും നോക്കി നോക്കി തന്നെയാണ് ഞങ്ങൾ മുന്നിലേക്ക് പോകുന്നത്. ആ അതൊക്കെ എനിക്കറിയാം. പിന്നെ അവൻ മനസ്സിലാണ് പറഞ്ഞത്. പക്ഷേ അതിവിടെ മാറ്റർ ചെയ്യുന്നുണ്ടോ? എനിക്കറിയാം ഇവിടെ സ്ട്രോങ് ആയുള്ള പലരും ഉണ്ടെന്ന്. പക്ഷേ അതേപോലെ തന്നെ സ്ട്രോങ് ആയുള്ള പലരും ഇവിടെ മരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്? നിന്റെ സിസ്റ്ററിന് അറിയാമോ ഇവിടെ സംഭവിച്ചതിനെ പറ്റി? അറ്റാക്കിനെ പറ്റി അവൾ കേട്ടതേയുള്ളൂ. വിറയൻ പറയാൻ നേരത്ത് അവളും കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് അവളിപ്പോൾ ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അവളിപ്പോൾ ശരിക്കും സ്കിൽഡ് ആയിട്ടുണ്ട് ബോയനെ ആരോപിച്ചുകൊണ്ട്. ആൻഡ് അത് മാത്രമല്ല അവൾക്കൊരു മാജിക് അക്കാഡമി ചേരണമെന്നാണ് പറയുന്നത്. ശരിയായിരിക്കും, അവർ ടീനേജുകൾ ക്യാസിൽ ശരിക്കും ഒറ്റക്കായിരിക്കും അല്ലേ? അതുമല്ല അവൾക്ക് എന്തായാലും ഫ്രണ്ട്സിനെ വേണം. വലിയ ഫ്രണ്ട്സ് അവൾക്കില്ല. പിന്നെ നിന്റെ ഷാഡോസിനിടയിൽ ജീവിക്കുന്നത് അത്ര എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവളുടെ മാജിക് ഇമ്പ്രൂവ് ചെയ്യുന്നിടത്ത് അവൾക്ക് എന്തെങ്കിലും ഫ്രണ്ട്സിനെ കിട്ടുന്നതായിരിക്കും. അല്ല, നിങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? സത്യം പറഞ്ഞാൽ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു വരാനായിട്ട് പറ്റത്തില്ല. ഈ സമയത്ത് തന്നെ എന്തോ പറയണമെന്നുണ്ട്. പക്ഷേ അവനെല്ലാം കടിച്ചു പിടിച്ച് അവിടെ തന്നെ നിൽക്കും. അവൻ്റെ അച്ഛൻ്റെ കൂടെയുള്ള സമയം കുറച്ചു നേരം കൂടെ അവൻ ആസ്വദിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവരെല്ലാവരും പോകുന്ന ആ ഒരു സമയമാണ്. അവർ വീണ്ടും അവരുടെ ലൈഫ് റിസ്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. എൻ്റെ പ്ലാൻ എങ്ങനെ പോയാലും വർക്കാകണം, അല്ലെങ്കിൽ ഇവരുടെ ലൈഫും അത് ആപത്തിലായിരിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവർ 4 പേരും കൂടെ മറ്റെവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ അവൾ ചോദിക്കുന്നുണ്ട്, അല്ല ഇത് ബ്രീഫല്ല റീയൂണിയൻ ആയിരുന്നു, നീ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല, എന്തായാലും వాళ్ళ കാര്യമല്ലേ, അവരെ കണ്ടതിലും എനിക്ക് സന്തോഷമുണ്ട്. നീ പറഞ്ഞപ്പോൾ ആലോചിക്കുന്ന ഞാൻ എൻ്റെ ബ്രദറിനെ പോയി കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവനെ മിസ് ചെയ്യാറൊന്നുമില്ല. കഷ്ടമുണ്ട്, ഈ കാര്യം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞേക്കല്ലേ. നല്ല റിയൂണിയനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ നിന്റെ പ്ലാൻ പറ, ഡിവൈസ് എന്തോ ആണ്, നിന്റെ തലമുള്ള ഡിവൈസിനെ പറ്റി പറയാൻ നോക്ക്. ആ സമയത്ത് കാതലിനും പറയുന്നുണ്ട്, ഞാനും ശരിക്കും ക്യൂരിയസ് ആണ്. അത് ഡിവൈസ് ഒന്നുമില്ല, ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. എന്ത്? നിനക്ക് ഞാൻ മറ്റേ കോളിനെ പറ്റി അല്ല കമ്പസ്റ്റിനെ പറ്റി പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പോൾ നീയല്ലേ പറഞ്ഞത് അതൊരു ഷിപ്പിനെ തന്നെ കംപ്ലീറ്റ്ലി പവർ ചെയ്യുമെന്ന്. സോ അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കരയിലോടുന്ന ഒരു ഷിപ്പിനെ ക്രിയേറ്റ് ചെയ്താലോ? ആൻഡ് അതിനെ ഞാൻ ട്രെയിൻ എന്നാണ് വിളിക്കാൻ പോകുന്നത്. കരയിലോടുന്ന ഷിപ്പോ ട്രെയിനോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മാനവേഴ്സിൻ്റെ ജോലി നീ കളയുവോ? അല്ല, നിനക്ക് എവിടെ നിന്നാണ് ഈ വൃത്തിയായിട്ട് പേര് കിട്ടിയത്? നിനക്ക് ബ്ലൂ പ്രിന്റ് വേണ്ടിയാ ട്രെയിനിങ് എടുത്താന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ തട്ടിപ്പറിച്ച് മേടിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹെസ്റ്റർ പറഞ്ഞത്, അത് നോക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ആ ഗേറ്റ് കടന്നിട്ട് നോക്കിയാൽ പോരെ. ആ ടൈമിൽ ഗിഡിയൻ അത് നോക്കിയിരുന്നു. പിന്നെ കാണിക്കുന്നത് അവൻ ചാടി തന്നെ മേത്തി പിടിച്ച് കുലിക്കുന്നതാണ്. നീ ഇത് എവിടെ നിന്ന് ഒപ്പിച്ചതാണ്? ഇതെല്ലാം തന്നെ മാറ്റിമറിക്കും. ഇങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് പെയിന്റും സിറ്റി കാൽബറും വേണ്ട എസ്കിയർ എന്തുമായിട്ടാണെങ്കിലും നമുക്ക് കാണിച്ചു തരാനായിട്ട് പറ്റും. ആ പുഴകൾ അതൊരു പ്രശ്നമായിരിക്കും, പക്ഷെ കുഴപ്പമില്ല. ഫ്യൂ വാട്ടർ മേജസും എർത്ത് മേജസും ഉണ്ടെങ്കിൽ അത് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ തൽക്കാലം വാളും ബ്ലാക്ക് പെയിന്റും കൂടെയുള്ള ആ റെയിൽവേ നോക്കാൻ നോക്ക്. അത് കഴിയുമ്പോൾ മേജർ സിറ്റീസിലുള്ള റെയിൽവേസ് ഒക്കെ നമുക്ക് ഇവഞ്ച്വലി ക്രിയേറ്റ് ചെയ്താൽ പോരാ. തൽക്കാലത്തേക്ക് ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ നീ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് നോക്ക്. നമ്മുടെ ട്രൂപ്പ് സർവൈവ് ചെയ്യണ്ടേ? പിന്നല്ലേ അതെന്തായാലും ചെയ്യും, അതെന്തായാലും ഞാൻ ഡെവലപ്പ് ചെയ്യും. ഈ ലൊക്കാലിറ്റീസ് കൊണ്ട് 3 സിറ്റീസ് 3 കിങ്ഡംസിലെ മേജറുള്ള സിറ്റീസ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ സപ്ലൈസ് പിന്നെ ബാക്കിയുള്ളവരെ എല്ലാവരും ക്യാരി ചെയ്യാനായിട്ട് ഇത് സാധിക്കും. ഇതാണ് ഞാൻ നോക്കിയിടുന്നത്. അതെന്തായാലും നന്നായി. എൻ്റെ ഐഡിയാസൊക്കെ ഈ ഹിസ്റ്ററി തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുവാണല്ലോ. ഡാഡാ അത് നീ എൻ്റെ മുഖത്ത് നോക്കി പറയല്ലേ കേട്ടാ. നീ സത്യം പറഞ്ഞാൽ എൻ്റെ ജോബ് ശരിക്കും ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. ഞാൻ റിട്ടയർ ചെയ്യാൻ ടൈമായെന്ന് തോന്നുന്നു. അല്ലല്ല, താങ്കൾ റിട്ടയർ ചെയ്യില്ലേ, ഇത് താങ്കളുടെ ഐഡിയാണ്. കൗൺസിലിനൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതി. എൻ്റെ ഐഡിയ എന്നോ? സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും നീ എന്തിനാണ് ഈ ക്രെഡിറ്റൊക്കെ എനിക്ക് തരുന്നത്? അത് കുഴപ്പമില്ല, താങ്കൾ തന്നെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. താങ്കളല്ലേ ദി റിനൗഡ് ആർട്ടിഫൈസർ, താങ്കൾക്കായിരിക്കും ഈ ഹെവി ലിഫ്റ്റൊക്കെ പറ്റുന്നത്. എങ്കിൽ പിന്നെ കുഴപ്പമില്ല, എങ്കിൽ ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അതെടുത്തുകൊണ്ട് ഓടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഇതൊരിക്കലും ഞാൻ തിരിച്ചു തരത്തില്ല കേട്ടോ. പിന്നെ ഒരു പ്രപ്പോസൽ ഞാൻ സെറ്റാക്കി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഓടി ആ ഗെയിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അവൻ എന്തായാലും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ ഉറക്കമൊക്കെ പോയിട്ടുണ്ടെന്ന് എന്തായാലും ഉറപ്പെന്ന് ഹെസ്റ്റർ പറയുകയും ചെയ്യും. ഈ സമയത്ത് അവർ മുന്നിലേക്ക് നടക്കാൻ പോയപ്പോഴാണ് നമ്മുടെ കാതലിൻ പറയുന്നത്, അല്ല ഇന്ന് നമ്മൾ പോകുന്നതിന് പകരം തൽക്കാലം ഇന്ന് രാത്രി നമുക്കിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോയാൽ പോരെ. ഇത് കേട്ടപ്പോൾ ആത്തറും ഹെസ്റ്ററും ഒരേപോലെ ഞെട്ടി. എന്നാൽ നമ്മുടെ സിൽവിയേട്ട ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു. അത് കേട്ട് അവളും ഞെട്ടാൻ നേരത്താണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, ഇനി വെറും 5 എപ്പിസോഡും കൂടെ ബാക്കിയുള്ളൂ. ഈ 5 എപ്പിസോഡും ടാലിയാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ചാപ്റ്റർ ഒറ്റയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എന്നാലും 5 എപ്പിസോഡും കൂടെ കഴിയുന്ന നേരത്ത് ദ ബിഗിനിങ് ഓഫ് ദി എൻഡ് നമ്മൾ ഒഫീഷ്യലി അവസാനിക്കുന്നതായിരിക്കും.